സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ബൈപ്പാസിന്റെ കാഴ്ചകളാണ്. ഒരു 6 മാസം മുമ്പാണ് ഞാൻ അവസാനമായിട്ട് ഈ കണ്ണൂർ ബൈപ്പാസിന്റെ വീഡിയോ ചെയ്തത്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ ബൈപ്പാസിൽ. പാപ്പിനിശ്ശേരി മുതൽ കീത്തള്ളി വരെ കണ്ണൂർ ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടി, ടൗണിനെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണൂർ ബൈപ്പാസ് വന്നിട്ടുള്ളത്. വളപട്ടണം പുഴക്ക് കുറുകെയുള്ള പാലം, കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പാലമാണ് ഈ കാണുന്നത് കേട്ടോ. നിലവിൽ മാഹി ബൈപ്പാസിലുള്ള പാലാണ് 1.125 മീറ്റർ. ഇത് 1.250 മീറ്റർ ആണ് ഈ ഒരു പാലം പണി കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള നീളം കേട്ടോ. അതായത് മൊത്തം അപ്രോച്ച് റോഡിൻ്റെയും ഇതിൻ്റെയൊക്കെ നീളം. പാലത്തിൻ്റെ പണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പാൻ ഇടയിൽ ഗാഡർ വെച്ചു, കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗാഡർ ലോഞ്ചിങ് നടത്തുന്നത്. പക്ഷെ ഒരു 5 അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഗാഡർ പൂർണ്ണമായിട്ടും ഇതിൻ്റെ മുകളിൽ എടുത്തു വെച്ചിട്ടില്ല. മറ്റ് കമ്പനിയായിട്ട് കമ്പയർ ചെയ്യല്ല. ഏതായാലും ഈ കാലതാമസം ഇനി കാറ്റിൻ്റെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആണെന്ന് അറിയില്ല. ഏതായാലും ഗാഡർ ലോഞ്ചിങ് പൂർണ്ണമായിട്ടും ഈ ഒരു വളപട്ടണം പുഴക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ മുകളിൽ നടന്നിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കാര്യമായിട്ടുള്ള ഒരു ഇതൊന്നും അല്ലാതെ ഉണ്ടായിട്ടില്ല. അണ്ടർപാസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പുതിയൊരു അണ്ടർപാസ് ഒക്കെ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഈ ഒരു പുല്ലൂപ്പിയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ വളപട്ടണം ഭാഗത്ത്, പാപ്പിനിശ്ശേരി ഭാഗത്തു നിന്നാണ് വീഡിയോ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ കീത്തള്ളിയിലേക്ക് ഇങ്ങനെ പറന്ന് പോവുകയാണ്. ഈ ഒരു ഓവർപാസിന് അടിയിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കോൺക്രീറ്റ് വാളിൻ്റെ പണി കഴിഞ്ഞു. അടിയിൽ GSP ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ആ ഒരു പുല്ലൂപ്പിയുടെ ആ ഒരു എലിവേറ്റഡ് ഹൈവേ ഉണ്ടല്ലോ, അത് വരെ ഏകദേശം ഈ ഒരു GSPയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്രോച്ച് റോഡിൻ്റെ ആ ഒരു ഭാഗം ഈ ഒരു ഹൈവേയിലോട്ട് മുട്ടിക്കുന്ന പണികൾ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് ബാക്കിയുള്ളത്. വളപട്ടണം പാലം ആണ്ട് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വേറെ ലെവലാണ് ഈ ഒരു കണ്ണൂർ ബൈപ്പാസ്. പിന്നെ അങ്ങോട്ട് റോഡിൻ്റെ ലെവല് മാറി. NH66 കേരളത്തിലേക്ക് ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഈ ഒരു കണ്ണൂർ ഭാഗത്തെത്തുമ്പോഴാണ് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഭംഗി പറഞ്ഞാൽ തെങ്ങിൻ തോപ്പും മറ്റൊക്കെയാണ്. എന്നാലും ഇവിടെ എത്തുമ്പം വേറൊരു ലെവലാണ്. ഒരു സൈഡിൽ മനോഹരമായിട്ടുള്ള പുല്ലൂപ്പി പുഴ, മറ്റേ സൈഡിൽ കണ്ടൽക്കാട്. അപ്പോൾ ഈ ഒരു കണ്ടൽക്കാടിൻ്റെയും പുല്ലൂപ്പി പുഴയുടെയും ഒക്കെ നടുവിലൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് പാലത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. കോൺക്രീറ്റ് ബാരിയർ ഉള്ളതുകൊണ്ട് കാഴ്ചകൾ കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നിർത്തരുത് കേട്ടോ. നിർത്തുമ്പോൾ ഇപ്പോൾ തന്നെ വട്ടപ്പാറ വാടക്കിൻ്റെ മുകളിലൊക്കെ ഇഷ്ടം പോലെ വാഹനങ്ങൾ നിർത്തിയിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടൂറിസം കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ആക്കിക്കാന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പോകുന്ന ആളുകൾക്ക് ഒന്ന് ബ്രേക്ക് എടുക്കാൻ പറ്റുള്ള ഒരു ബ്രേക്ക് പോയിന്റ് ഈ ഒരു പുല്ലൂപ്പിയുടെ ഭാഗത്തൊക്കെ കൊടുത്തുകയെന്നുണ്ടെങ്കിൽ സംഭവം ഉഷാറാകും. ഏതായാലും പാലത്തിൻ്റെ അടിയിൽ, വാടക്റ്റിൻ്റെ അടിയിൽ ഇവിടെ പിയറിന് കളർ ചെയ്യുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മഴ നിൽക്കണം, ഇവിടെ ഫുള്ള് ചളി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ചളിയിൽ പെട്ടു. ഇപ്പോഴും അധികം ചളിയില്ല, എന്നാലും കുറച്ച് ചളിയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആംബുലൻസും സംഭവം മറ്റേ കൺട്രോൾ വെഹിക്കിളും കാര്യങ്ങളൊക്കെ ഇറക്കിക്കണം കേട്ടോ. പണി തീർന്നിട്ടില്ല എന്നുള്ളൂ. ആംബുലൻസും മറ്റൊക്കെ ഇവിടെ സജ്ജാണ്. ഇവിടെയൊക്കെ കുറച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ നടന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇത്രയൊന്നും ഇവിടെ മണ്ണുണ്ടായിരുന്നില്ല. പിന്നെ നല്ല ചളിയായിരുന്നു. മഴ പെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 4 മാസത്തോളം ഇവിടെ പണി നടത്താൻ വേണ്ടി പറ്റൂല. 2 മാസം തീരും പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചളിയിൽ കുടുങ്ങിയത് ഈ ഒരു ഭാഗത്ത് വെച്ചാട്ടോ. അതായത് ചളിയിൽ ഏകദേശം ആ ഒരു ബൈക്കിൻ്റെ ഫോർക്ക് വരെ മണ്ണിനടിയിൽ പൂണ്ടു. അത് നോക്കിയാണ് വിഷ്വൽ ബ്യൂട്ടി. വെയിലായിട്ടാണ് ആ ഒരു പച്ചപ്പ് ഇവിടെ ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റാത്തത്. വൈകുന്നേരം സമയമാണെന്നുണ്ടെങ്കിലോ ഒന്നും കൂടി പൊളിക്കും. അപ്പോൾ ഈ ഒരു മണ്ണുട്ടിർത്തിയ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല. ആ ഒരു ഓവർപാസ് കഴിഞ്ഞ് അവിടെ കുറച്ച് വീടുകളുണ്ട്. പിന്നെ ചെറിയൊരു ക്രോസ്, ഒരു പാസിങ്ങും ഉണ്ട് അതിൻ്റെ അടിയിൽ കൂടെ, ആ ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെ. അത് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് സർവീസ് റോഡ് നെഹി ഹേ. അപ്പോൾ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ബ്രേക്ക് സ്പോട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ ബെൻഡായിട്ട് റോഡ് ഇങ്ങനെ നല്ല അടിപൊളി ബെൻഡായിട്ടാണ് പോകുന്നത്. അപ്പോൾ വെള്ളം ഇതിലോട്ട് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഡ്രെയിനേജ് വഴി ഇങ്ങനെ അതിലോട്ട് തള്ളി വിടുകയാണ്. അല്ലാതെ മൊത്തത്തിൽ കായലിലോട്ട് തള്ളിവിടുന്ന ആ ഒരു പരിപാടിയല്ല. പുഴയിലേക്കും മറ്റേ പറമ്പിലേക്കൊന്നും തള്ളിയിടുന്ന പരിപാടിയല്ല. കണ്ടൽക്കാടിൻ്റെ ഭംഗി എന്ന് പറയുമ്പോൾ എന്തായാലും ലോങ് എന്നുള്ള വ്യൂ ആണ് നമുക്കിതിങ്ങനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അത്രയും നല്ല കണ്ടൽക്കാടിൻ്റെ അടിയിലൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടലുണ്ടി ഭാഗത്ത് ചെന്നാൽ മതി. തോണിയിൽ നിങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പോൾ മനോഹരമായിട്ടുള്ള കണ്ണൂർ ബൈപ്പാസ് പണികൾ ഒരു കൊല്ലം കൊണ്ടൊന്ന് തീർന്ന് ഇതിലൂടെ പോകാൻ പറ്റും എന്ന് ആരെങ്കിലും വിചാരിച്ചിക്കാന്നുണ്ടെങ്കിൽ ആ പൂതി അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. മഴ പെയ്തിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ പണികൾ നടക്കില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ഒരു വയഡക്റ്റിൻ്റെയും പണികൾ ഈ ഒരു ഫുള്ളായിട്ട് പാലത്തിലൂടെയല്ല ഇവിടെ പാത കടന്നു പോകുന്നത്. മണ്ണുട്ടീർത്തിയിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ പുട്ടിൽ തേങ്ങ ഇടുന്നത് പോലെ ആണ് ഈ ഒരു കണ്ണൂർ ബൈപ്പാസിൽ പാലങ്ങളും വയഡക്റ്റുകളൊക്കെ ഉള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ഓവർപാസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പഞ്ചായത്ത് റോഡാണ് ഇതേണ്ട. ഇവിടെ കുറഞ്ഞ വീടുകൾ മാത്രമാണ് ആ ഒരു ഭാഗത്ത് ഓവർപാസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യ കാര്യം കേട്ടോ. ആ പെരക്കാർക്ക് അത് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഒരു പറന്നുകാണ്ട് പോകേണ്ടി വരും.
ഏതായാലും ഇവിടെയും മണ്ണുയർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ദേശീയപാതയിൽ ഫിസിക്കലി ഡേഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഭാഗത്തെ പണികൾ, കാസർഗോഡ് ചെർക്കള ബേവിഞ്ച് ആ ഒരു ഭാഗത്തെ പണികൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ടെക്നിക്കൽ പരമായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. PVD, പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രൈൻസ്, ജിയോസെൽ, ജിയോ ഷീറ്റ്, സ്റ്റോൺ പെയിലിംഗ് ഒക്കെ ചെയ്തിട്ടാണ്, കോക്കനറ്റ് പെയിലിംഗ് ആൻഡ് സ്റ്റോൺ പെയിലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്ത് മണ്ണുയർത്തുന്ന പണികൾ നടന്നിട്ടുള്ളത്. അതും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു കണ്ണൂർ ബൈപ്പാസ്. ഈ ഒരു മണ്ണൊക്കെ ഇതിൽ കൊണ്ടുവന്ന് തട്ടിയതിനു ശേഷം കുറച്ച് കാത്തു നിൽക്കണം. കാരണം മറ്റുള്ള സ്ഥലം പോലെയല്ല, മണ്ണിൻ്റെ മുകളിൽ മണ്ണ് കൊണ്ടിടുമ്പോൾ ഒരു പ്രശ്നമില്ല, പിന്നെ എന്തെങ്കിലും മണ്ണ് ടെസ്റ്റ് ചെയ്യാന്നിട്ടൊക്കെ പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കാലങ്ങളോളം വെള്ളം കെട്ടിക്കിടന്ന ചതുപ്പ് പ്രദേശമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ചതുപ്പ്, അതായത് ഭൂമി ഉണ്ടായ അന്ന് മുതൽ ഇനിയുടെ ചതുപ്പാണെന്നൊക്കെ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അത്രയും കാലം ചതുപ്പ് അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്നൊരു സ്ഥലത്താണ് ഈ ഒരു മണ്ണുയർത്തിയിട്ടുള്ള പാത നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് എടുത്തോ പിടിച്ചോ വെച്ചുകൊണ്ട് പണി തീർക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടാണ് PVD, പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രൈൻസ് ടെക്നോളജി ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ സാധനം നമ്മൾ കോഴിക്കോട് ബൈപ്പാസിലൊക്കെ ചെയ്തിട്ടുണ്ട്. മലേഷ്യൻ ടെക്നോളജിയാണ്. മലേഷ്യ, മെയ്ഡ് ഇൻ മലേഷ്യ നെയിം കണ്ടു. ടെക്നോളജി അവർ തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ആരതാണെന്നും ഞാൻ അറിയില്ല. സംഭവം ഈ ഒരു കണ്ണൂർ ബൈപ്പാസിൽ ചെയ്തിട്ടുണ്ട്. ഈ മണ്ണിനെ പെട്ടെന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു PVD ചെയ്യുന്നത്. PVDയുടെ ഒക്കെ വീഡിയോ നമ്മൾ ഏകദേശം 2 വർഷം മുമ്പൊക്കെ ചെയ്തതാണ്. ഇതാണ് അടുത്ത പാലം. ഇതാണ് ഞാൻ പറഞ്ഞ പോലെ പുട്ടിൽ തേങ്ങ ഇടുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പാലം ഉണ്ടാക്കുമ്പോൾ തോള് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കേട്ടോ. പൂർണ്ണമായിട്ട് പാലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവ് 3 മടങ്ങാണ്. അതിനനുസരിച്ചിട്ടുള്ള ടോൾ ഉണ്ടാക്കും. നമ്മുടെ ഈ ഒരു ദേശീയപാതയിൽ ഇപ്പോൾ ടോൾ പിരിവ് തുടങ്ങി. കുമ്പളയിൽ ആവശ്യമില്ലാത്ത ടോളാണ്. 20 കിലോമീറ്റർ 22 കിലോമീറ്റർ അപ്പുറത്താണ് മംഗലാപുരം ഭാഗത്തുള്ള തലപ്പാടി ഭാഗത്തുള്ള ടോൾ പാസ് ഉള്ളത്. അതുകൊണ്ടാണ് ആളുകളോട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കണ്ട പാലത്തിനടിയിലും കളർ ചെയ്യുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ മാറിയാൽ മാത്രമാണ് ഇവിടെ പണി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ ആ നല്ല കുത്തിയൊലിച്ച് വന്ന് മണ്ണിങ്ങനെ ഒലിച്ചു പോയിട്ടില്ല. ആ ഒരു സ്ഥലത്ത് കോൺക്രീറ്റ് വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വിമാനത്താവളം ഇരിക്കൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ്, അവിടെ ഈ സൈഡിലൊക്കെ മണ്ണുയർത്തുന്ന പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ സൈഡ് എന്നോ കഴിഞ്ഞിരിക്കണേ, കോഴി ഫാമിൻ്റെ ആ ഭാഗത്തൊക്കെ. പിന്നെ ഇത് ഒരു ചെറിയൊരു വയഡക്റ്റാണ്. വയഡക്റ്റിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡ് മുട്ടിക്കുന്ന പണികൾ ഏകദേശം കഴിഞ്ഞു. അപ്പുറത്ത് തങ്കേക്കുന്ന് ആ മണ്ണിടിച്ചിലുണ്ടായിട്ട് വീട്ടുകാരെ ഒഴിപ്പിച്ചു എന്നൊക്കെ പറയില്ല, ആ ഒരു സ്ഥലമാണ് അവിടെ ഉള്ളത്. ഇവിടെയൊക്കെ സോയിൽ ലൈനിങ് രണ്ടാമതും ചെയ്ത് ഉഷാറായിട്ടുണ്ട്. ഡ്രോണ് ഞാൻ ഫുള്ളായിട്ട് പറത്തിയിട്ടില്ല. കാര്യമായിട്ടുള്ള പുരോഗതി നമുക്കിങ്ങനെ മൊത്തത്തിലുണ്ടല്ലോ, കാണുമ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഈ പാടത്ത് ഇപ്പോഴും അതേപോലെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ വന്നു അതേപോലെ തന്നെയാണ്. ഇവിടെ കുറച്ചൊരു കൾവേട്ടിൻ്റെ പണി നടന്നുകണെന്ന് തോന്നുന്നു. അതേപോലെ ഇവിടെ ഒരു MNBയുടെ പണി ഇങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട്. വയഡക്റ്റിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ടോളിൻ്റെ കാര്യം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ എല്ലാ ടോൾ പ്ലാസയിലും ഒരേ ടോൾ നിരക്കല്ല. ഓരോ റീച്ചിനും ചിലവായ തുക, സ്ഥലമേറ്റെടുക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ, നിർമ്മാണ ചെലവ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഓരോ റീച്ചിനും ഇത്ര പൈസ കണക്കാക്കിയിട്ട് അങ്ങനെയാണ് ടോൾ പിരിക്കുന്നത് കേട്ടോ. കോഴിക്കോട് 130 കേട്ടു. കോഴിക്കോട് പണികൾ പൂർണ്ണമായിട്ടും കഴിയാത്തത് കൊണ്ടാണ് അവിടെ സമരം നടത്തുന്നത്. കാരണം മറ്റേ അറുപയ പാലത്തിൻ്റെ ആ ഭാഗത്ത് അതിൻ്റെ മുകളിലൊന്നും ടാർ ചെയ്യുന്ന പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ ഇത് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ടോളായിരിക്കും, ഓരോ പൈസ ആയിരിക്കും ഉണ്ടാവുക. ഈ വയഡക്റ്റിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടോ. വയഡക്റ്റ് മുട്ടിക്കുന്ന ഈ ഒരു സൈഡിൽ തങ്കേക്കുന്ന് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ പണികളും GSBയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇവിടെയാണ് നല്ല അടിപൊളിയായിട്ട് മണ്ണിടിച്ചിലുണ്ടായത്. അതിൻ്റെ ഇടയിൽ കണ്ണൂർ ബൈപ്പാസിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് കാണാം. കണ്ണൂർ ബൈപ്പാസിലെ കോൺക്രീറ്റ് വാൾ വിള്ളൽ വന്നു, മറ്റേതാക്കി അതായി. കണ്ണൂർ ബൈപ്പാസിൽ അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് തീരെ ഉറപ്പില്ലാത്ത മണ്ണാണ് ഈ ഭാഗത്തൊക്കെ. തങ്കേക്കുന്ന് ഭാഗത്താണ് അതിരൂക്ഷമായ മണ്ണിടിച്ചിലുണ്ടായത്. ചൂടി മണ്ണായിരുന്നു. അതിന് മുകളിൽ ഇപ്പോൾ ആ ഒരു അടിപൊളി വാളുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു വീടുണ്ടായിരുന്നു. വീട്ടുകാരൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭയാനകരമായിട്ടുള്ള, അതായത് മുമ്പത്തെ വീടൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ മണ്ണിങ്ങനെ ഇടിഞ്ഞായിട്ട് നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെയായിരുന്നു ഈ തങ്കേക്കുന്ന് ഭാഗത്തുമ്പോൾ. ഇവിടെ നമ്മൾ ഈ ഒരു തിലാന്നൂർ ഭാഗത്തു നിന്നുള്ള ആ റോഡുണ്ടല്ലോ, ഒരു പാസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ കീത്തളി ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു എക്സിറ്റ് വരും കേട്ടോ. ഈ ഒരു സൈഡിൽ ഒരു എക്സിറ്റ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് മാറ്റമുണ്ട്. ഈ ഒരു RE പാനൽ അതേപോലെ ബ്രിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നവരെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് 22 കിലോമീറ്റർ നീളമുള്ള കണ്ണൂർ ബൈപ്പാസ് ഇങ്ങനെ കടന്നു പോകുന്നത്. കണ്ണൂർ ടൗണിൽ മേലെ ചൊവ്വയിൽ ഒരു മേൽപ്പാലം വരുന്നുണ്ട് കേട്ടോ. മേൽപ്പാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ അവിടെ തുടങ്ങിയിരിക്കണേ. ഇനി മേൽപ്പാലം
പെട്ടെന്ന് തീരുമെന്നറിയില്ല. എന്താ ബ്ലോക്കിൻ്റെ കണ്ണൂർ ജില്ലയിൽ നമ്മൾ ഈ ഒരു ദേശീയപാതയിൽ ഇടപ്പള്ളി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ളത് കണ്ണൂർ ടൗണിലാട്ടോ. ടാങ്കർ ലോറിയും ബസ്സും മീൻ വണ്ടി ഉള്ള വണ്ടി ഫുള്ള് പൈക്കൂടെ തന്നെയല്ലേ പോകുന്നത്. വേറെ ബൈപ്പാസായിട്ട് വേറെ ഉള്ള റോഡൊന്നും ഇല്ലല്ലോ. ഇവിടെ പിന്നെ ഇത് ഓപ്പൺ ആയിട്ടോ, ഈ ഒരു ഓവർപാസ് ഓപ്പൺ ആയേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓവർപാസിൻ്റെ മേൽ കൂടെ വണ്ടിയേറ്റ കൊണ്ടുപോകാനും പറ്റില്ല. മഴ പെയ്തതുകൊണ്ട് മണ്ണിടിച്ചിലും പണിയേറ്റ പൂർത്തിയാക്കാനും പറ്റിയില്ല. ഏതായാലും അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു എക്സിറ്റ് വരുന്നത്. ഇവിടെ ആറിവാൾ അവിടെയും കെട്ടിക്കണം, ഇവിടെയും കെട്ടിക്കണം. എന്താണ് ഇനി കാട്ടിക്കൂട്ടണമെന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ അടി കണ്ട സംഭവമാണ് ഇത്. പഴയ വീടാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? ഈ ഭാഗത്തുള്ള ആൾക്കാരൊന്നും അറിയിക്കണേ. സംഭവം ഉഷാറായിട്ടുണ്ട്. വീട് പൊളിക്കാതെ വെച്ചിട്ടുണ്ട്. ഇത് നാഷണൽ ഹൈവേക്ക് പോയിട്ടില്ല തോന്നുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള സ്ഥലമാണ്. അടിപൊളി അല്ലേ? പഴയ ആ ഒരു സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു വൈബ്. അവിടെ ഒരു കിണറുണ്ട്, കിണറിനോട് ചേർന്നിട്ടൊരു വാതില്. അങ്ങനെ നമ്മൾ എവിടെ എത്തി ഇറങ്ങൾ? കീത്തളിലെത്തി. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബൈപ്പാസിലൂടെ പൂർണ്ണമായിട്ടും സഞ്ചരിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അതിലൂടെയും ഇതിലൂടെയൊക്കെ ഇങ്ങനെ ചുറ്റി വളഞ്ഞിങ്ങനെ വരണം. അതുകൊണ്ടാണ് പല ഭാഗങ്ങളും സ്കിപ്പ് ചെയ്യുന്നത്. പിന്നെ കാര്യമായിട്ട് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ലല്ലോ. ഏതായാലും ഈ ഒരു ഭാഗത്ത് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കീത്തള്ളിയിലുള്ള 650 മീറ്റർ നീളമുള്ള വയഡക്റ്റ്, 630 എന്തായാലും ആ ഒരു 600 മീറ്ററിൽ കൂടുതൽ നീളമുള്ള വയഡക്റ്റിൻ്റെ മുകളിൽ ഗഡർ ലോഞ്ചിങ് പൂർണ്ണമായിട്ടും കഴിഞ്ഞു. കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കലാസ് ഹേ എന്ന് പറയാനായിട്ടില്ല. ഒരു ഭാഗത്തു കൂടി കുറച്ചും കൂടി കോൺക്രീറ്റ് പണികൾ ബാക്കിയുണ്ട്. ഏതായാലും അപ്രോച്ച് റോഡിൻ്റെ ഇതൊക്കെയാണ്. ഇവിടെ ഒന്നും കാര്യമായിട്ട് പിന്നെ അപ്രോച്ച് റോഡും ഇപ്രോച്ച് റോഡും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇതാക്കാന്നല്ലാതെ അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കും കുറച്ചൊരു മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ ഉണ്ടായിക്കണ്. എന്നാൽ എന്തെങ്കിലും പണികൾ എന്തെങ്കിലും അയക്കണമെന്ന് ചോദിച്ചാൽ അതായിട്ട് ആയിട്ടില്ലേനു. ഇപ്പോൾ രണ്ടിനും ഉത്തരമുണ്ട്. എന്തെങ്കിലും അയക്കണോ? ഇല്ല, ആയിട്ടില്ല. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? മാറ്റമുണ്ട് എന്ന് പറയാനുള്ള കോലത്തിൽ ഇവിടെ ഇങ്ങനെ പണി നടക്കുന്നുണ്ട്. പിന്നൊരു കാര്യം, ഇതിപ്പോൾ ജനുവരി 14. ഈ ഒരു 2-3 മാസം കൊണ്ട് ഇവിടെ എത്രത്തോളം വേഗത്തിൽ പണി നടത്താൻ പറ്റുമോ അത് നടത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മഴത്ത് ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു ബൈപ്പാസിൽ പണി നടത്താൻ വേണ്ടി പറ്റൂല. ലോറികൾക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. മഴക്കാലത്ത് ചളി എന്ന് പറഞ്ഞാൽ ചളിയാണ്. അതേപോലെ സോയിൽ നെല്ലിങ് ചെയ്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ തകർന്നു പോവുകയും ചെയ്യും. ഇതാണ് വയഡക്റ്റ് ഞങ്ങളിങ്ങനെ വളഞ്ഞു പോകുകയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ, ഈ ഒരു കണ്ണൂർ ഭാഗത്ത് ഈ ഒരു ദേശീയപാതയുടെ പണി നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റൂമും മറ്റൊന്നും കിട്ടിക്കൂടായില്ല. അപ്പോൾ ഇവിടെ ഫാസ് ഇൻ്റർനാഷണൽ നല്ല റൂം കേട്ടോ. ഇതിനടിയിലൂടെ പോയാൽ മതിയേ. റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോകുന്നുള്ള വഴി യാത്രക്കാർക്ക് അറിയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഈ ഒരു പാലത്തിനടിയിലൂടെ അങ്ങോട്ട് പോയാൽ മതി. ഇതാണ് ഹോട്ടൽ. അപ്പോൾ കണ്ണൂർ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ടൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റേ ചെയ്യാനുള്ള ആൾക്കാർക്ക് യാത്രക്കാർക്ക് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഏതായാലും വളഞ്ഞു പോകുന്ന വയഡക്റ്റ് ഒരു 4 മാസം കൊണ്ട് കഴിയുന്നതും വേഗത്തിൽ പണികൾ തീർക്കാൻ പറ്റിയാൽ കണ്ണൂർ ബൈപ്പാസ് 2027 അവസാനത്തോട് കൂടിയിട്ടൊക്കെ നമുക്കിങ്ങനെ ഗതാഗത യോഗ്യമായിട്ട് കണ്ണൂർ ടൗണിലെ ഗതാഗത കുരുക്കിലൊന്നും പെടാതെ ഇതിലൂടെ സുഖമായിട്ട് ചേറിപ്പോകാം. എല്ലാന്നുണ്ടെങ്കിൽ 2028 പ്രതീക്ഷയുള്ളൂ. കാരണം മഴക്കാലത്ത് കാര്യമായിട്ടുള്ളൊരു പണിയും ഈ ഒരു ബൈപ്പാസിൽ നടക്കില്ല. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, കണ്ണൂർ ബൈപ്പാസിൽ ഇതൊക്കെയാണ് വിശേഷം. നല്ല ചൂടാട്ടോ കണ്ണൂർ. ഇന്നലെ മഴ പെയ്തിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത തലേന്ന് മഴ പെയ്തിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല ചൂട് പറഞ്ഞാൽ പൊരിഞ്ഞ ചൂടാണ്. പിന്നെ ഈ വെള്ളം ഉള്ളതുകൊണ്ട് പല സ്ഥലത്തും ഈ സ്കിഡായാലും മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിലെത്തി. ഈ മുഴപ്പിലങ്ങാട് എത്തുമ്പോൾ ആദ്യൻ്റെ മനസ്സിൽ വരുന്ന തരം ഞാനൊരു 2 റീൽ ചെയ്തിരുന്നു. ഒന്ന് ഏകദേശം 15 ലക്ഷത്തോളം ആൾക്കാർ കണ്ട്. അതിൻ്റെ പിന്നെ ഒന്ന് ഏകദേശം ഒരു 28 ലക്ഷം ആൾക്കാർ കണ്ടു. അതിൽ ഫുള്ള് വന്ന കമൻറ്റ് എന്താ പറയുക, നമ്മൾ ആ റീൽ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ഇത് മാത്രമൊന്നുമല്ല. മുഴപ്പിലങ്ങാട് മണ്ട ശിരോമണി, മുഴപ്പിലങ്ങാടല്ല മുഴപ്പിലങ്ങാട്. എന്തേലും ആട്ടെ, വൈകുന്നേരം വന്ന് ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്പോട്ടാണ്. പക്ഷേ ഈ ഒരു ബീച്ചിലേക്ക് വരുന്ന റോഡുണ്ടല്ലോ, ആ റോഡ് ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കണം. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് ഈ ഒരു മുഴപ്പിലങ്ങാട്. അപ്പോൾ ഇവിടെ ആ വരുന്ന വഴി ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കിയാൽ എന്തായാലും വരുന്ന വാഹനങ്ങളൊക്കെ ഒന്ന് പൈസ വാങ്ങണ്ടല്ലോ. ഇരുചക്ര വാഹനത്തിന് 20, കാറിന് എത്ര 40, അങ്ങനെ വലിയ വണ്ടിക്കൊക്കെ പൈസ വാങ്ങണ്ടല്ലോ. അപ്പോൾ ആ വരുന്ന റോഡും കൂടി ഒന്ന് സെറ്റാക്കിയാൽ അടിപൊളിയാണ്. അസ്തമയ സൂര്യൻ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഈ ഒരു ഫുള്ളായിട്ട് റോഡിൻ്റെ വടകര ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നതിനായിട്ട് സുഖമായിട്ട് നമുക്ക് ഈ ഒരു മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. എന്തായാലേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ഒരു ദേശീയപാതയുടെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല നല്ല സ്പോട്ടിലൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് വൈകുന്നേര ഭംഗികളും മറ്റ് ഗ്രാമഭംഗികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു യാത്ര സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ടാകും. പക്ഷേ ഏതായാലും 2030 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചോളി പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ് അതിലൂടെ ഇങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഏതായാലും മക്കളെ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ എന്താക്കുക, ഒന്ന് ലൈക്ക് അടിച്ച് കാണാണ്ട് പോയിക്കോളി. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. ഞാൻ ഏതായാലും അസ്തമയ സൂര്യൻ ഇങ്ങനെ മാഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചെറിയൊരു പോയിന്റ്, കടലിലേക്ക് വെള്ളം കുടിക്കാൻ പോകാൻ നമ്മൾ പണ്ട് പറയില്ല, അതേപോലെ സൂര്യൻ ഇങ്ങനെ താന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബായ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഏതായാലും മലബാർ സൈഡിലുള്ള വീഡിയോകൾക്ക് സമാപനം കുറിച്ചിരിക്കുന്നു. ഇനി തെക്ക് ഭാഗത്തേക്കുള്ള വീഡിയോ ആണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുറച്ച് പുറത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബായ്.